അന്ന് ആദിൽ ആ സമാധാനം പുലർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച പ്രാവുകളാണോ എന്നറിയില്ല. കുറച്ച് പ്രാവുകൾ അപ്പുറത്ത് ആ റോഡിലൂടെ പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ രാവിലത്തെ ചായക്കൊപ്പം കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കശ്മീരി വിഭവങ്ങൾ. ആ വിഭവങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അതിൽ കാട്ടിത്തരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അല്ലേ അതിൽ? ഹൽവയും ചെറിയൊരു ചപ്പാത്തിയോ റൊട്ടിയോ ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആളുകൾ രാവിലെ ഓടാൻ പോകുന്ന ആളുകൾ കഴിക്കുന്നത്. മധുരമൊക്കെ കുറയ്ക്കണമെന്നൊക്കെ ഒന്ന് ആഗ്രഹിച്ചൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കും? അതോടൊപ്പം നമ്മുടെ പ്രാവുകളും ആ വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പുറത്തെ വഴിയിലല്ലേ? ഉറപ്പായും ഇത് ലാൽ ചോക്കിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഭാഗത്താകട്ടെ രാവിലെ തന്നെ ആളുകൾ എത്തി. നമുക്ക് രാവിലെ തന്നെ ഒരു ദൃശ്യം മനു അതൊന്നും കാണിച്ചു കൊടുത്ത് ഒരു ചോളവുമായി പോകുന്ന ഒരു യുവാവിനെ കാണാം. ഇവരൊക്കെ രാവിലെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രാവുകൾക്ക് ചോളം നൽകുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. ആളുകൾ വരും, രാവിലെ എഴുന്നേറ്റ് ഇതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുമായി വന്ന് സഹജീവി സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഒരു യുവാവ് വന്നിട്ട്, ചെറുപ്പക്കാരൻ വന്ന് ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. ഒരു മനോഹരമായ ചിത്രമാണ് രാവിലെ ശ്രീനഗറിൽ നിന്ന് കാണുന്നത്. കശ്മീരിലേക്കുള്ള യാത്രകളൊന്നും ഒഴിവാക്കേണ്ട ഏറ്റവും മനോഹരമായ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയാവുന്ന ഇടമാണ് കശ്മീർ. അവിടെ നിന്നാണ് ആ സ്വർഗ്ഗത്തിലെ കാഴ്ചകളാണ് മനു ബാലകൃഷ്ണനും ആദിൽ പാലോടും ഈ പ്രഭാതം പ്രസരിപ്പുള്ളതാക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.